ആലുൻ നബിയ്യി ദരിഅതി വഹുമു ഇലൈഹി വസീലതി അർജൂ ബിഹിം ഉതാഗദൻ ബിയദിൽ യമീനി സുഹീഫതി. ആരാണ് ഈ ചൊല്ലുന്നത്? കറാഹത്ത് പോലും ചെയ്യാത്ത ശാഫിഈ ഇമാം, കറാഹത്ത് പോലും ചെയ്യാത്ത ശാഫിഈ ഇമാം അവിടുന്ന് പറയാണ്, പടച്ചോനെ എന്റെ പ്രതീക്ഷ, എന്റെ പ്രത്യാശ മുത്തുനബിയുടെ ആലിലാണ്, അവിടുത്തെ കുടുംബത്തിലാണ്. ആ കുടുംബത്തിനെ സ്നേഹിച്ചതിന്റെ പേരിൽ, പരിഗണിച്ചതിന്റെ പേരിൽ എന്റെ വലത് കൈയിൽ കിതാബ് കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്ന് ഞാൻ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട് വളരെ വിനയത്തോടുകൂടെ ഉണർത്തുകയാണ്. ഉപദേശം എന്റെ ശരീരത്തോടാണ്. മുഅ്മിനീങ്ങളെ, ഒരു കാരണവശാലും അഹ്ലു ബൈത്തിന്, സാദാത്യങ്ങളെ, സയ്യിദന്മാരെ നമ്മളാരും വില കുറച്ച് കാണിക്കരുത്. പരിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ, ഖുൽ ലാ അസ്അലുകും അലൈഹി അജ്റാ ഇല്ലൽ മവദ്ദത ഫിൽ ഖുർബാ. ഞാൻ നിങ്ങളോട് ഒരു പ്രതിഫലവും ആഗ്രഹിക്കുന്നില്ല, ചോദിക്കുന്നില്ല. പക്ഷെ അഹ്ലു ബൈത്തിനോടുള്ള മഹബ്ബത്ത് അല്ലാതെ ഇത് മുത്തുനബിയോട് പറയാൻ യജമാനനായ റബ്ബിന്റെ കൽപ്പനയാണ്. അതുകൊണ്ട് ഈ സദസ്സിന്റെ സന്ദേശം എന്നുള്ള വിധത്തിൽ വളരെ വിനയത്തോടുകൂടെ ഞാൻ ഉണർത്തുകയാണ്. സാദാത്യങ്ങളെ, സയ്യിദന്മാരെ ആദരിക്കണം, ബഹുമാനിക്കണം. ഒന്നിന്റെ പേരിലാണെങ്കിലും സയ്യിദന്മാരെ കുറ്റം പറയാതിരിക്കലാണ് നമ്മുടെ ഈമാനിന് നല്ലത്. ഉസ്താദുമാരോ പ്രഭാഷണത്തിൽ പ്രസംഗിച്ചത് ഞാൻ കേട്ടിട്ടുണ്ട്. മൗലാന വേറൊരു ഉസ്താദാണ് എന്നാണ് എൻ്റെ ഓർമ്മ. ഒരു തങ്ങൾ കുട്ടി ഒരു വിഷയത്തിൽ, അല്ലെങ്കിൽ നമ്മളെ കുട്ടി ഒരു വിഷയത്തിൽ ഒരു തെറ്റിലകപ്പെട്ടു എന്ന് നിങ്ങൾ സങ്കല്പിച്ചോ? നമ്മുടെ കുട്ടി ഒരു ദുസ്വഭാവത്തിന് അടിമപ്പെട്ടു. അവൻ ആരുടേതോ ഒരു മുതൽ അറിയാതെ എടുത്തതു പിടിക്കപ്പെട്ടു. നാട്ടുകാർ അവനെ കൈകാര്യം ചെയ്താൽ അവൻ ചെയ്തത് തെറ്റാണ്, സംശയമൊന്നുമില്ല. പക്ഷേ ആ തെറ്റിന്റെ പേരിൽ നാട്ടുകാരെല്ലാവരും കൂടിയിട്ട് അവന്റെ ശരീരത്തിൽ മേലിൽ കൈവച്ചാൽ നമുക്ക് അത് സഹിക്കുമോ? നമുക്കത് ഉൾക്കൊള്ളാൻ കഴിയുമോ? ചെയ്തത് 100% തെറ്റാണെങ്കിൽ പോലും നമ്മുടെ കുട്ടി ഒരു തെറ്റ് ചെയ്താൽ ആ തെറ്റിന്റെ പേരിൽ നാട്ടുകാരവനെ കൈകാര്യം ചെയ്യുന്നത് നമുക്ക് സഹിക്കാൻ കഴിയില്ലല്ലോ. എന്നാൽ ഉപ്പാപ്പ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവിടുത്തെ പേരക്കിടാങ്ങളെ പറ്റിയിട്ട് കുറ്റം പറയുന്നതും മറ്റുമൊക്കെ റസൂലുള്ളാഹിക്ക് സഹിക്കുവോ എന്ന് ഉസ്താദുമാരോ പ്രസംഗിച്ചത് കേട്ടതായി ഞാൻ ഓർക്കുകയാണ്. അതുകൊണ്ട് സാദാത്യങ്ങളെ ബഹുമാനിക്കണം, ആലിമീങ്ങളെയും പണ്ഡിതന്മാരെയൊക്കെ ആദരിക്കണം. ആദരവാണ് ദീനി എന്നുള്ള വസ്തുത നമ്മളൊക്കെ തിരിച്ചറിയണം. ആദരവാണ് ദീനി. വലൗ അസമഹുൽ സമാഇ വൽ അർളി അലാ അൻ യഅബ്ദുല്ലാഹ ഫഅബദുല്ലാഹ ഫമാ സാദ ഫീ മുൽകിഹി ഷൈആ വലൗ അസമഹുൽ സമാഇ വൽ അർളി അലാ അല്ലാ യഅബ്ദുല്ലാഹ ഫമാ അബദുല്ലാഹ ഫമാ നഖസ ഫീ മുൽകിഹി ഷൈആ. ആകാശഭൂമികളിലുള്ള എല്ലാ ആളുകളും ഹിന്ദുവെന്നോ ക്രിസ്ത്യാനിയെന്നോ മതമുള്ളവനെന്നോ ഇല്ലാത്തവനോ അങ്ങനെയൊന്നുമില്ല, എല്ലാവരും ഒറ്റക്കെട്ടായ ഒരു തീരുമാനമെടുത്തു, ഇനി അള്ളാഹുവിനെ ഇബാദത്ത് എടുക്കും, റബ്ബിനനുസരിച്ച് ജീവിക്കുമെന്ന്. എന്നിട്ട് അങ്ങനെ തന്നെ അത് അംഗീകരിക്കുകയും പ്രായോഗിക തലത്തിൽ കൊണ്ടുവരികയും ചെയ്താലും അത് കാരണം അള്ളാഹുവിന്റെ അധികാരത്തിൽ ഒരംശം പോലും കൂടുന്നില്ല. ഇനി എല്ലാവരും അങ്ങ് തീരുമാനിച്ചു, ദീനില്ല, മതമല്ല, ഒന്നുമില്ല, പടച്ചവനുമില്ല, സ്വർഗമില്ല, നരകമില്ല എന്ന് തീരുമാനിച്ചിട്ട് താന്തോന്നികളായിട്ടാണ് ജീവിച്ചു. എന്നാൽ റബ്ബിന്റെ അധികാരത്തിന്റെ പവർ ഒരു അണു അളവ് പോലും കുറയൂല. മുത്തനബി പറഞ്ഞതാണ്. പിന്നെ ആർക്ക് വേണ്ടിയിട്ടാണ് ഇതൊക്കെ റബ്ബിന്റെ നിർദ്ദേശങ്ങൾ നമ്മൾ ചെയ്യുന്നു, ആ കൽപ്പനകൾ അംഗീകരിക്കുന്നു, ആദരവോടുകൂടെ അത് സമീപിക്കുന്നു. അതൊരു അദബാണ്. ആ അദബാണ് പ്രധാനം. അതുകൊണ്ട് ഷാഫി ഇമാമിനെ പറ്റി പറഞ്ഞ, നബി ഇമാമിനെ പറ്റി പറഞ്ഞ, ഇബ്നു ഹജർ തങ്ങളെ പറ്റി പറഞ്ഞ, ഖാജാ തങ്ങളെ പറ്റി പറഞ്ഞ ഈ മജ്ലിസിൽ ഞാൻ എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട് ഉണർത്തുന്നത് അദബ് ഉള്ളവരായി നമ്മൾ മാറണം. ഞാൻ ഒരിക്കൽ പരിപാടിക്ക് വേണ്ടിയിട്ട് കോഴിക്കോട്ടേക്ക് പോവുകയാണ്. പോകുന്ന അവസരത്തിൽ എനിക്ക് മഞ്ചേരി ഒരു പരിപാടി ഉണ്ട്. ആ പരിപാടി കഴിഞ്ഞ് ഞാൻ കോഴിക്കോട്ടേക്ക് ബസ്സിനാണ് പോകുന്നത്. ഡ്രൈവിംഗ് ഒക്കെ പഠിച്ച് വരുന്നേ ഉള്ളൂ. അപ്പൊ ലോങ് പരിപാടി ആയതുകൊണ്ട് ബസ്സിന് പോകാൻ നീതി. ബസ്സിന് പോയി ഞാൻ മഞ്ചേരി സ്റ്റാൻഡിൽ നിന്ന് ബസ് കയറി. ഞാൻ ബസ് കയറിയ അവസരത്തിൽ ഒരു പ്രായമുള്ള ബാപ്പ, ഞാൻ സീറ്റിൽ കയറി ഇരുന്നപ്പോ ഒരു പ്രായമുള്ള ബാപ്പ വന്നു. ബാപ്പ വന്നപ്പോ ഞാൻ എണീറ്റിട്ട് ബാപ്പ ഇരുന്നോളി എന്ന് പറഞ്ഞപ്പോ ഈ ബാപ്പ, ഞാനൊരു വെള്ളവസ്ത്രം ധരിച്ച തലയെ കെട്ട് കിട്ടിയത് കൊണ്ട് ഞാൻ ആ ബാപ്പന്റെ പേരെ കുട്ടിയാവാനേ ഉള്ളൂ. ഇൽമുണ്ടും അങ്ങനെ തന്നെ ആയിരിക്കും. പ്രായമുള്ള ആളാണല്ലോ, ഒരുപാട് ആലിമീങ്ങളുടെ മജ്ലിസൊക്കെ കേട്ട ആളായിരിക്കും. ഏതായാലും ഞാൻ നിങ്ങൾ എണീക്കരുത്, അവിടെ ഇരിക്കുക, അവിടെ ഞാൻ എണീറ്റു. ഞാൻ ഇരുന്നില്ല. ഞാൻ നിർബന്ധിച്ച് എണീറ്റ് നിന്ന് അദ്ദേഹത്തോടെ ഇരിക്കാൻ പറഞ്ഞു. നിർവാഹമില്ലാതെ അദ്ദേഹം അവിടെ ഇരുന്നു. ഞാൻ ഇരിക്കുന്ന സീറ്റിന്റെ നേരെ മുമ്പിൽ +2 പഠിക്കുന്ന കുട്ടികളാണെന്ന് തോന്നുന്നു. 2 നാടൻ കുട്ടികളുണ്ട്. ഈ കുട്ടികൾ ഞാൻ ഈ പറയുന്നതും ബാപ്പ ഇരിക്കാൻ മടിക്കുന്നതൊക്കെ കേൾക്കുന്നുണ്ട്.
ഇരുന്ന് കഴിഞ്ഞതിന് ശേഷം ഈ ബാപ്പ ഈ കുട്ടികളെ അങ്ങനെ കണ്ടപ്പോ ബാപ്പ പറഞ്ഞു, എടാ മക്കളെ എണീറ്റ് കൊടുക്കടാ, നിങ്ങളൊക്കെ ആരോഗ്യമുള്ള കുട്ടികളല്ലേ, മുതിർന്നവരെ കണ്ടാ ബഹുമാനിക്കണ്ടേ, ഉസ്താദുമാരൊക്കെ കണ്ടാൽ ബഹുമാനിക്കണ്ടേ, അതല്ലേ അതിന്റെ ഒരു ശൈലി, മക്കൾ എണീറ്റ് കൊടുക്ക് എന്ന് ബാപ്പ പറയുന്നു. ഞാൻ പറഞ്ഞു കുട്ടികളല്ല, അവരവിടെ ഇരിക്കട്ടെ എന്ന്. ഈ കുട്ടികൾ ഇത് കേട്ട ബാറാക്കുന്നില്ല. കുട്ടികൾ എണീക്കാത്തതിൽ എനിക്ക് പരിഭവമൊന്നുമില്ല കേട്ടോ. ഞാൻ അങ്ങനെ ആരോഗ്യപരമായി പ്രശ്നമുള്ള ആളൊന്നുമല്ല. ഞാൻ എവിടെയോ ഒരിക്കലും കേട്ടു, ബസ് കയറിയ ബാപ്പ കുട്ടികളോട് പറഞ്ഞല്ലോ, മക്കളെ ഒന്ന് എണീക്ക്, ബാപ്പക്ക് നിൽക്കാൻ കഴിയുന്നില്ല, നിങ്ങൾ എണീറ്റ് നിൽക്ക്, ഞാനെന്നിരിക്കട്ടെ. ഇനി നിങ്ങൾ പ്രായമാകുമ്പോ, ഇപ്പൊ നിങ്ങൾ എണീറ്റാൽ നിങ്ങൾ പ്രായമാകുമ്പോ നിങ്ങൾക്ക് എണീറ്റ് തരാൻ ആളുണ്ടാവും. അപ്പൊ ഈ കുട്ടി തിരിച്ചു ഉടനെ തന്നെ പറഞ്ഞല്ലോ, എന്നാ പിന്നെ നിങ്ങൾ എന്തായാലും നിന്നാ മതി, നിങ്ങൾ ചെറുപ്പത്തിൽ എണീറ്റ് കൊടുത്തിട്ടുണ്ടാവില്ല, അതുകൊണ്ട് നിങ്ങൾ അവിടെ നിന്നോളി, ഞങ്ങൾ ഇരിക്കാൻ നിന്നു. കുട്ടി പറഞ്ഞു, പുതിയ ലോകാണ്, അദബും ആദരവും അസ്തമിച്ചുകൊണ്ടിരിക്കുന്ന ലോകം. അല്ലാഹു തആല നമ്മെയും നമ്മുടെ മക്കളെയൊക്കെ നന്നാക്കി തരട്ടെ. റീലുകൾ കണ്ട് റിയലുകളെ തിരസ്കരിക്കുന്ന ഒരു ലോകാണ്. കാണുന്നതൊക്കെ വ്ലോഗിൽ കാണുന്നത് യാഥാർത്ഥ്യമാണ് എന്ന് പലരും മനസ്സിലാക്കുന്നത്. അത് റീലാണ്, റിയൽ ഒന്ന് വേറെയാണ്. റിയല് വേറെയാണ്, റിയല് വേറെയാണ്. അതുകൊണ്ട് ഞാൻ എൻ്റെ പ്രിയപ്പെട്ട ഉമ്മിനികളോട് ഉണർത്തുന്നത്, സംസാരം നീട്ടിക്കൊണ്ടുപോവുകയല്ല, യാഥാർത്ഥ്യങ്ങളെ തിരിച്ചറിഞ്ഞ് മരിക്കണമെന്ന ബോധത്തോടുകൂടെ ആഖിറം സമ്പാദിക്കുന്ന വിഷയങ്ങളിൽ മുന്നോട്ട് വരാൻ നമുക്കൊക്കെ കഴിയണം. അല്ലാഹുവേ, സാധുക്കളായ ഞങ്ങൾക്ക് അതിനുള്ള തൗഫീഖ് നീ നൽകണേ റഹ്മാനേ.